മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. പ്രതികളായ പുതുക്കാട് നൂലവള്ളി മുല്ലക്കപ്പറമ്പിൽ അനീഷ 22, ആമ്പല്ലൂർ ചേനക്കാല വീട്ടിൽ ഭവൻ 25 എന്നിവരെ കുട്ടികളെ കുഴിച്ചിട്ട സ്ഥലത്തെത്തിച്ചു തെളിവെടുപ്പ് നടത്തിയിരുന്നു. ശേഷം ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. BNS 101 കൊലക്കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി മൃതദേഹം സംസ്കരിച്ച സ്ഥലങ്ങൾ കുഴിച്ചു പരിശോധിക്കാനാണ് പോലീസിന്റെ തീരുമാനം. പ്രതികളുടെ മൊഴിക്ക് പുറമെ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുക എന്നതാണ് പോലീസ് ലക്ഷ്യമിടുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വകുപ്പ് മേധാവി ഡോക്ടർ AK ഉന്മേഷ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി ഭവിൻ കവറിലാക്കിക്കൊണ്ടുവന്ന അസ്ഥി കഷ്ണങ്ങൾ പരിശോധിച്ചിരുന്നു. തലയോട്ടി, കൈകാൽ അസ്ഥികൾ എന്നിവ പരിശോധിച്ചതിൽ 2 ആൺകുട്ടികളുടേതാണെന്ന് കണ്ടെത്തിയിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. അതേസമയം 2021 അനീഷ ഗർഭിണിയാണെന്ന സംശയം തോന്നിയ അയൽവാസിയായ ഗിരിജ സുരേന്ദ്രൻ ഇക്കാര്യം നേരിട്ട് ചോദിച്ചിരുന്നു. അന്ന് അനീഷയ്ക്ക് പ്രായപൂർത്തിയായിരുന്നില്ല. മാത്രമല്ല, പറമ്പിൽ കുഴിയെടുത്ത അനീഷ ബക്കറ്റിൽ കൊണ്ടുവന്ന് എന്തോ കുഴിച്ചിരുന്നത് ഗിരിജ കാണുകയും ചെയ്തിരുന്നു. എന്നാൽ തന്നെപ്പറ്റി അപവാദം പ്രചരിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അനീഷ ഗിരിജയ്ക്കെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ പരാതി പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കുകയും ചെയ്തു. ഹോർമോൺ വ്യതിയാനം കാരണം തടി കൂടുന്നുവെന്നാണ് അനീഷ തന്റെ ഗർഭം മറക്കാനായി പറഞ്ഞിരുന്ന ന്യായം. ഒപ്പം അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. ഇങ്ങനെയായിരുന്നു ഗർഭം അനീഷയ്ക്ക് മറ്റുള്ളവരിൽ നിന്നും മറക്കാനായതെന്നാണ് പറയുന്നത്. 2021 അനീഷയുടെ ആദ്യത്തെ പ്രസവം. വീട്ടിലെ ശൗചാലയത്തിൽ വെച്ചായിരുന്നു പ്രസവം നടന്നത്. ജനിച്ച ആൺകുഞ്ഞ് കഴുത്തിൽ പൊക്കിൽ കൊടി ചുറ്റിയതിനാൽ ജനിക്കുമ്പോഴേ മരിച്ചെന്നും തുടർന്ന് വീടിന് സമീപം പറമ്പിൽ കുഞ്ഞിന്റെ മൃതദേഹം കുഴിച്ചിട്ടെന്നുമാണ് അനീഷ തന്നോട് പറഞ്ഞതെന്ന് ഭവിൻ മൊഴി നൽകിയിട്ടുണ്ട്. കുഞ്ഞിന്റെ മരണാനന്തര ചടങ്ങ് നടത്തുന്നതിനായി അസ്ഥികൾ എടുത്തുവെക്കണമെന്ന് താൻ ആവശ്യപ്പെട്ടെന്നും അപ്രകാരമാണ് അസ്ഥി എടുത്തു സൂക്ഷിച്ചതെന്നും ഇയാൾ പറയുന്നു. 2024 രണ്ടാമത്തെ പ്രസവം നടന്നത്. യുവതിയുടെ വീട്ടിൽ മുറിക്കുള്ളിൽ വെച്ചാണ് പ്രസവം നടന്നത്. കുട്ടി കരഞ്ഞതിനെ തുടർന്ന് അയൽക്കാർ അറിയാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചു ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഭവിന്റെ വീട്ടിലേക്ക് മൃതദേഹവുമായി അനീഷ തന്റെ സ്കൂട്ടറിൽ മൃതദേഹം എത്തിച്ച ശേഷം വീടിന്റെ പിന്നിലെ തോട്ടിൽ കുഴിച്ചിടുകയും ചെയ്തു. ഇവിടെ നിന്ന് ഭവിൻ പിന്നീട് കുഴി തോണ്ടിയാണ് അസ്ഥി പുറത്തെടുത്ത് സൂക്ഷിച്ചത്. ആദ്യ കുട്ടിയുടെ അസ്ഥി അനീഷ തന്നെയാണ് ഭവിന് എത്തിച്ചു നൽകിയത്. മാതാപിതാക്കൾക്ക് ദോഷം വരാതിരിക്കാൻ കർമ്മം ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അനീഷയിൽ നിന്നും ഭവിൻ അസ്ഥി വാങ്ങിയത്. എന്നാൽ അനീഷ തന്നെ വിട്ടുപോകാതിരിക്കാനുള്ള പിടിവള്ളിയായാണ് ഭവിൻ അസ്ഥി സൂക്ഷിച്ചത്. ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവം 4 വർഷം മറച്ചുപിടിച്ചെങ്കിലും കഴിഞ്ഞ 6 മാസമായി ഭവനും അനീഷയ്ക്കും ഇടയിലുണ്ടായ അസ്വാരസ്യങ്ങളാണ് സംഭവം പുറത്തറിയാൻ കാരണമായത്. അനീഷ തന്നെ ഒഴിവാക്കുമെന്ന ചിന്തക്കൊപ്പം താനറിയാതെ മറ്റൊരു ഫോൺ ഉപയോഗിക്കുന്നുവെന്ന വിവരം ഭവനിൽ ആശങ്ക ഉണ്ടാക്കി. ഈ വിഷയത്തിൽ ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. തുടർന്നാണ് ഇയാൾ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തി വിവരം തുറന്നു പറഞ്ഞത്. കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. കഴുത്തിൽ പൊക്കിൽ കൂടി ചുറ്റിയിരുന്നു. അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത് പറയുന്നത്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേഗതല ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അത് അവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു, മുഖത്ത് കുത്തിപ്പിടിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ.